നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പ്രതികാര സിനിമയാണ്. നമ്മുടെ ഹീറോ ക്രിസ്റ്റിയുടെ മകളെ കുറച്ച് പേര് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ക്രിസ്റ്റിയുടെ കയ്യിലാണെങ്കിൽ ആകെ 3 ഫോട്ടോസ് മാത്രമാണുള്ളത്. അവളെ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന 3 ആളുകളുടെ ഫോട്ടോസ് മാത്രമാണുള്ളത്. ഈ 3 ഫോട്ടോയും വെച്ച് അവരെല്ലാവരെയും അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചാൽ തന്നെ അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ ചിലപ്പോൾ വലിയ എന്തെങ്കിലും ടീം ആയിരിക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ക്രിസ്റ്റിക്ക് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണ് മനസ്സിൽ. നമ്മൾ സാധാരണ കാണുന്ന പ്രതികാര സിനിമകളെ പോലെ തന്നെയാണ് ഈ ഒരു സിനിമയും. പക്ഷേ ഇതിൽ എനിക്ക് ആകെ തോന്നിയത് ഹീറോയുടെ ഒരു അഭിനയമാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന സിനിമയിലൊക്കെ ഹീറോ ഒരാളെ കണ്ടുപിടിച്ചാൽ തന്നെ അടുത്ത ആളെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടുപിടിച്ച ആളോട് കൂടുതൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. അതിന് അവരെ എത്രയൊക്കെ അടിച്ചാലും പിടിച്ചാലും അവർ പെട്ടെന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഹീറോ കുറച്ച് ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. എന്തായാലും കണ്ടു നിൽക്കുന്ന നമുക്ക് അവന് കിട്ടിയതെല്ലാം ധാരാളമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതൊന്നും പോരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും തോന്നില്ല. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സിനിമയിൽ ഒരച്ഛൻ്റെ ദേഷ്യം, കരുതൽ, സ്നേഹം അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് 2008 റിലീസ് ചെയ്ത ദ ഹോഴ്സ് മാൻ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ വേനിൽ എങ്ങോട്ടോ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല, എങ്ങോട്ടോ അങ്ങനെ പോകുന്നുണ്ട്. കുറേ ദൂരം ചെല്ലുന്ന നേരം ഏതോ ഒരു വീടിൻ്റെ മുന്നിലെത്തും. ആ വീട്ടിലേക്ക് ഒരു കീടനാശിനി തളിക്കുന്ന മെഷീനെല്ലാമായിട്ട് കയറി ചെന്ന് വാതിലിൽ മുട്ടുന്നേരം ഏതോ ഒരുത്തനാണ് വാതിൽ ഉറങ്ങുന്നത്. എന്താണ് കാര്യം എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ ആൾ കാര്യം പറയില്ല, കാര്യം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അവൻ അടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകും. അവൻ്റെ കയ്യും കാലും എല്ലാം അടിച്ച് മുട്ടുകാലെല്ലാം മുടിച്ച് അവൻ്റെ റൂമിൻ്റെ ഒരു മൂലക്കിടും. ഹീറോ ചോദിക്കും, നീ അതെവിടെയാണ് വെച്ചേ? അതിനവൻ പറയും, ദാ ആ കാണുന്ന ആ കബോർഡിലുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ. ഹീറോ ആ കബോർഡിനടുത്തേക്ക് ചെല്ലുന്ന നേരം അവൻ പറയും, അതിൻ്റെ കീ എടുത്തു തരാം. നമ്മുടെ ആൾ അത് അടിച്ചു പൊളിക്കുന്ന നേരം അതിൽ ഇഷ്ടം പോലെ കേസറ്റുകളാണ് കാണുന്നത്. ആ കേസറ്റുകളിലെല്ലാം പോൺ വീഡിയോസ് ആണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ താഴെ കിടക്കുന്നവൻ പോൺ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്ന ആളുകളുടെ ടീമിലുള്ള ഒരുത്തനാണ്. അവനെ ഹീറോ എന്തിനാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയുടെ മകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അവൾ മരിക്കുന്നത്. അവൾ എങ്ങനെ മരിച്ചു, ആരെല്ലാമാണ് അവളെ കൊന്നേ, അതൊന്നും നമ്മൾക്ക് ഇപ്പം അറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കാം. എന്തായാലും ഹീറോ അവനോട് ചോദിക്കും, അന്ന് നിന്റെ കൂടെ വീഡിയോ ചെയ്യാനായിട്ട് ആരെല്ലാം ഉണ്ടായിരുന്നു? എന്നാൽ അവൻ പറയും, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ വേണമെങ്കിൽ ഫിന്നിനോട് ചോദിച്ചാൽ മതി, അവനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ക്രിസ്റ്റി പറയും, എടാ പൊട്ട, ആ ഫിന്നിനോട് ചോദിച്ചിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ഇപ്പം എത്തിയത്, അല്ലാതെ ഞാൻ നിന്റെ അടുത്തേക്ക് എങ്ങനെ എത്തുമെന്നാണ് നീ വിചാരിച്ചേ? എന്നിട്ട് അകത്ത് ചെന്ന് ഹീറോയുടെ കീടനാശിനിയുമായിട്ട് തിരിച്ചു വന്ന് അവൻ്റെ മേലാകെ തളിക്കും. അതെല്ലാം തളിക്കുന്ന നേരം അവൻ പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ അവളെ തൊട്ടിട്ട് പോലുമില്ല. എന്നാൽ അതൊന്നും നമ്മുടെ ആൾ മെയിൻ ചെയ്യുന്നില്ല. ആ വീടിനും തീ വെച്ച് തിരിച്ച് സ്കൂളിൽ വിട്ട് കുട്ടികൾ വരുന്ന പോലെ അങ്ങനെ തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ തന്നെ ഡ്രസ്സൊക്കെ മാറി കുട്ടപ്പനായി കൂടുതൽ തെളിവുകളൊന്നും അവിടെ വെക്കാതെ കുറച്ച് അകലെ ഉണ്ടായിരുന്നൊരു ഹോട്ടലിലേക്കാണ് വരുന്നത്. അവിടെ നിന്നൊരു ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന നേരം ഒരു പെൺകുട്ടി തൊട്ട് മുന്നിലുള്ള ആളോട്, നിങ്ങൾ നോർത്തിലേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ അറിയാം അടുത്തത് അവനോടാണ് വന്ന് ചോദിക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ മെയിൻ ആക്കാതെ നിൽക്കുന്ന നേരം അവൾ നമ്മുടെ ആളുടെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾ നോർത്തിലേക്കാണോ പോകുന്നത്? അവൾ എന്തിനങ്ങനെ ചോദിക്കുന്നു എന്ന് വെച്ചാൽ ആ വഴിയിൽ എവിടെയോ അവൾക്ക് ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഹീറോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഹീറോയുടെ കൂടെ വരാലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ ആൾ പറയും, ഇല്ല, ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. അങ്ങനെ അവൾ കൂടുതലൊന്നും സംസാരിക്കാതെ തിരിച്ചു പോരും. ഹീറോ ആണെങ്കിൽ ഭക്ഷണം എല്ലാം കഴിച്ച് വാഷ്റൂമിൽ വന്ന് കൈയെല്ലാം കഴുകി നിൽക്കുന്ന നേരം മകളുടെ ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നത്. അതെല്ലാം കടിച്ചു പിടിച്ച് രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണമെല്ലാം പാർസൽ വാങ്ങി ഹോട്ടലിന് പുറത്തേക്ക് വരുന്ന നേരം നമ്മൾ നേരത്തെ കണ്ട പെൺകുട്ടിയില്ലായിരുന്നോ, അവളുണ്ട് അവിടെ കാത്തു നിൽക്കുന്നത്. ക്രിസ്റ്റി പറയും, ഞാൻ നീ നേരത്തെ പറഞ്ഞ നിന്റെ സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം. അതിന് അവൾ പറയും, ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോൾ വേറെ വണ്ടി ശരിയായി. ഹീറോ ആണെങ്കിൽ കൂടുതലൊന്നും മെയിൻ ചെയ്യില്ല, വന്ന് വണ്ടിയിൽ കയറും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് അവൾ ഓടി വന്ന് വണ്ടിയിൽ കയറുന്നത്. അവൾക്ക് വേറെ വണ്ടികളൊന്നും കിട്ടിയിട്ടില്ല, അവൾ വെറുതെ പറഞ്ഞാണ്. പോകുന്ന വഴിയിൽ ഹോപ്റ്റൺ എന്ന സ്ഥലത്താണ് അവൾക്ക് ഇറങ്ങേണ്ടത്. അത് കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹീറോ ചോദിക്കും, നീ ഒളിച്ചോടി പോകുന്നതാണോ? അതിനവൾ അല്ലാന്ന് പറയും. ഹീറോ വീണ്ടും ചോദിക്കും, നിനക്ക് എത്ര വയസ്സായി? അതിനവൾ തിരിച്ചാണ് ചോദിക്കുക, നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 44 വയസ്സായി. പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ വണ്ടിയിൽ കയറ്റിയെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രശ്നം കൂടെ തലയിൽ കയറ്റി വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ വയസ്സ് ചോദിച്ചത്. അതിനവൾ പറയും, എനിക്ക് 18 വയസ്സായി, പേടിക്കേണ്ട. പിന്നെ ഞാനൊരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹീറോ പാർസലായിട്ട് വാങ്ങിയിരുന്ന ഭക്ഷണത്തിൻ്റെ സ്മെല്ല് അവൾക്ക് കിട്ടുന്നത്. അവൾ ചോദിക്കും, ഇത് നിങ്ങൾ പാർസലായിട്ട് വാങ്ങിയാണോ? അവൾക്ക് ശരിക്കും വിശക്കുന്നുണ്ട്, കയ്യിൽ കാശൊന്നുമില്ല. അതുകൊണ്ടാണ് അവളങ്ങനെ ചോദിച്ചത്. ഹീറോക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്ത് ഹീറോ കഴിക്കാനും തുടങ്ങും. അവളും അതിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നുണ്ട്. നിങ്ങളെ ജോലി എന്താണെന്ന് അവൾ ചോദിക്കുന്ന നേരമാണ് ഹീറോ പറഞ്ഞിടുക, ഞാൻ കീടങ്ങൾക്ക് മരുന്നടിക്കുന്ന ആളാണ്, എൻ്റെ കയ്യിൽ കീടനാശിനിയൊക്കെ ഉണ്ടാകും, അത് വെച്ച് മരുന്നടിച്ച് കീടങ്ങളെല്ലാം കൊല്ലും. അന്നേരമാണ് അവൾ വണ്ടിയിൽ ഒരു ഫോട്ടോ കിടക്കുന്നത് കണ്ട് ഇത് ആരുടെ ഫോട്ടോയാണെന്ന് ഹീറോയോട് ചോദിക്കുക. നമ്മുടെ ആൾ പറഞ്ഞു കൊടുക്കും, അതെൻ്റെ മകളുടെ ഫോട്ടോയാണ്, പേര് ജസീക്ക. അതേസമയത്ത് തന്നെ ഹീറോ ഫ്ലാഷ് ബാക്കിലേക്കാണ് ചെല്ലുന്നത്. മകൾ മരിച്ച ദിവസത്തിലേക്കാണ് ചെല്ലുന്നത്. മുന്നിൽ തന്നെ മകളുടെ ബോഡി
ബോഡി കിടക്കുന്നുണ്ട്. അവൾ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യം പോലീസുകാർക്കോ ഡോക്ടർമാർക്കോ ഒന്നും അറിയില്ല. പക്ഷെ അവളുടെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾ കുറേ മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവസാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ലഹരികളുടെ എല്ലാം ഓവർഡോസ് മൂലമാണ് അവൾ മരിച്ചതെന്നാണ്. എന്നാൽ അവളുടെ ബോഡി കിട്ടിയത് ഏതോ ഒരു വഴിയരികിൽ വെച്ചാണ്. ആരോ ഒരാൾ അവളുടെ ബോഡി വഴിയരികിൽ എവിടെയോ ഉപേക്ഷിച്ചു. കൂടെ തന്നെ ഒരു ആംബുലൻസിന് വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെയാണ് അവളുടെ ബോഡി ഇവർക്കെല്ലാം കിട്ടുന്നത്. എന്നാൽ ഇതെല്ലാം നോക്കുന്ന പോലീസുകാരൻ പറയും അവളെ ആരോ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ഒരു കൊല ചെയ്തത്. എന്നാൽ ആ ബോഡി അവിടെ ആരാണ് കൊണ്ടിട്ടതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. കാരണം ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ ബോഡി കൊണ്ടുപോയിട്ട് ആരോ ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലയാളിയെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടാണ്. എന്തായാലും ഇതെല്ലാം കേൾക്കുന്ന ഹീറോക്ക് അതൊന്നും സഹിക്കാനേ പറ്റില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ ആൾ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അവളുടെ റൂമിൽ വന്ന് അവളുടെ ഓർമ്മകളെല്ലാം ഹീറോ പെട്ടിയിലാക്കി സൂക്ഷിക്കും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹീറോയെ തിരഞ്ഞുകൊണ്ടൊരു DVD കൊറിയർ വരുന്നത്. ഈ കൊറിയറായി വന്നിട്ടുള്ള DVD എന്തിനാണ് വന്നേ, ആരാണ് അയച്ചത്, അതൊന്നും ഹീറോക്ക് അറിയില്ല. എന്നിരുന്നാലും അത് കാണാനായിട്ട് ഹീറോ TV-യിൽ ഇട്ട് നോക്കും. അന്നേരം അതിൽ കാണുന്നത് ഹീറോയുടെ മകളെ 3 പേര് പീഡിപ്പിക്കുന്നതാണ്. അവരാരും അവളെ പിടിച്ചു വെച്ച് ചെയ്യിക്കുന്നതല്ല, അവൾ തന്നെ അവർക്കായിട്ട് നിന്ന് കൊടുക്കുന്നതാണ്. എന്തായാലും ഇതെല്ലാം കാണുന്ന ഹീറോക്ക് ഒരു കാര്യം മനസ്സിലായി. അവളുടെ താല്പര്യപൂർവ്വമല്ല അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവൾക്ക് മാരകമായിട്ടുള്ള ലഹരികളെല്ലാം കൊടുത്ത് അതിൻ്റെ പുറത്താണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇത്ര കാലം വരെ മകളുടെ ചിതാഭസ്മം ഹീറോ ഒരു ഭരണിക്കുള്ളിൽ വെച്ചിരുന്നു. ഈ ഇംഗ്ലീഷുകാർക്കും ചിതാഭസ്മം എല്ലാം ഭരണിക്കുള്ളിൽ വെക്കുന്ന ചടങ്ങുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും മകൾ ഇങ്ങനെയാണല്ലോ മരിച്ചതെന്ന് ആലോചിക്കുന്ന നേരം ഹീറോക്ക് അത് സഹിക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ ദേഷ്യത്തിൽ ആ ചിതാഭസ്മം കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കും. എന്നാൽ അപ്പോഴാണ് ഹീറോയുടെ ഉള്ളിലേക്ക് മകളുടെ ഓർമ്മകളെല്ലാം വരുന്നത്. അവൾ ചെറുപ്പത്തിൽ ഓടിക്കളിച്ചതും ഹീറോയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചതെല്ലാം മനസ്സിലേക്ക് വരും. അത് താങ്ങാൻ പറ്റാതായി വരുന്നേരം ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് വീണ്ടും ചെരിഞ്ഞ് ആ ചിതാഭസ്മം എല്ലാം തിരിച്ച് ഭരണിക്കുള്ളിലേക്ക് ഹീറോ വെക്കുകയാണ് ചെയ്തത്. ഹീറോ അന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു, ഇതിൻ്റെ പിന്നിൽ കളിച്ച് എല്ലാത്തിനോടും പകരം ചോദിക്കുമെന്ന്. അങ്ങനെ മകളുടെ വീഡിയോ വന്നിരുന്ന DVD സെറ്റിലായിരുന്നു. അതിൻ്റെ പിന്നിൽ നോക്കിയപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരാന്ന് മനസ്സിലായി. അങ്ങനെ അതിൽ അഡ്രസ്സും നോക്കിയിട്ട് ഒരു വലിയ ഗോഡൗണിലേക്കാണ് ഹീറോ ചെല്ലുന്നത്. അവിടുന്ന് വഴിയൊക്കെ ചോദിച്ച് അകത്തേക്ക് കയറി ചെല്ലുന്നേരം ഒരു വലിയ പെരുത്ത മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ DVD സെറ്റ് കാണിച്ചു കൊടുത്ത് ഈ സീരീസിലെ മുഴുവൻ വീഡിയോസും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അതിനവർ പറയും ഉണ്ടല്ലോ, ഒരു 100-ന് മേലെയൊക്കെ വീഡിയോസ് ഉണ്ട്. എന്നാൽ അതെല്ലാം എനിക്ക് വേണമെന്ന് ഹീറോ പറയുന്ന നേരം അങ്ങേരൊന്ന് ഞെട്ടും. നിങ്ങളുടെ ഷോപ്പ് ഇത്രയും വലുതാണോ, നിങ്ങൾക്ക് എന്തിനാ ഇത്ര എണ്ണമെന്ന് ചോദിക്കുന്ന നേരം നമ്മുടെ ആൾ പറയും ഞാൻ ഒരു ചെറിയ ഏജന്റാണ്. അങ്ങനെയാണോ എന്ന് ചോദിച്ച് അങ്ങനെ ലിസ്റ്റെല്ലാം എടുത്ത് നോക്കുന്ന നേരം മുഴുവനായിട്ട് 231 വീഡിയോസ് അവരുടെ കയ്യിലുണ്ട്. അതിനെല്ലാം കൂടെ എത്ര ഡോളേഴ്സ് ആകുമെന്ന് നോക്കുന്ന നേരം $2666 ആകും. എന്നാൽ ഹീറോയുടെ ഇക്കാര്യം പറയുന്ന നേരം നമ്മുടെ ആൾ പറയും ഓക്കെ അത് എടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ റെസിപ്റ്റ് എല്ലാം എഴുതി കൊടുത്ത് ഇത് പുറത്തുള്ള പയ്യനെ കാണിച്ചാൽ മതി, അവൻ സാധനം എടുത്ത് തന്നോളൂ എന്ന് പറയുന്ന നേരം ഹീറോ അങ്ങേരോട് ചോദിക്കും ഈ വീഡിയോസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് ഇതിന് പിന്നിൽ കളിച്ച ആളുകളെല്ലാം നിങ്ങൾക്ക് അറിയുമെന്ന്. അതിന് അങ്ങനെ പറയും അറിയാതിരിക്കുമെന്നോ, എൻ്റെ കൂട്ടുകാരനല്ല പിന്നെ അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവനൊരു ജിമ്മ് കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾക്ക് തെണ്ടേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ആ ജിമ്മിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളും അവരുടെ കൂടെ ജിമ്മിലുണ്ടായിരുന്നോ എന്ന് ഹീറോ ചോദിക്കുന്ന നേരം അങ്ങേര് പറയും ഞാനില്ലാതിരിക്കുമോ, ഇതിൻ്റെ എല്ലാം ഡയറക്ഷന് എന്തെങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ. അതിന് ഹീറോ എന്നാൽ പിന്നെ നിങ്ങളുടെ ഫിന്നിൻ്റെ അഡ്രസ്സ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ. അതിന് അങ്ങേര് പറയും അഡ്രസ്സ് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങളുടെ നമ്പർ പറഞ്ഞാൽ മതി, ഫിന്ന് വരുമ്പോൾ ഞാൻ കൊടുത്തോളാം, അവൻ നിങ്ങളെ വിളിച്ചോളും. അത് കേൾക്കുന്ന ഹീറോ കയ്യിലുണ്ടായിരുന്ന കത്തിയുടെ മൂർച്ചയെല്ലാം കൂട്ടിയിട്ട് അങ്ങേർക്കൊന്ന് കാണിച്ചു കൊടുത്ത് വീണ്ടും ഫിന്നിൻ്റെ അഡ്രസ്സ് ചോദിക്കും. അന്നേരം അങ്ങേർക്ക് ഫിന്നിൻ്റെ അഡ്രസ്സ് എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങേര് ഒരു പേജിൽ അവൻ്റെ അഡ്രസ്സ് എഴുതി കൊടുക്കുന്ന നേരം അവൻ്റെ നാടിൻ്റെ പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഒന്നും എഴുതിയിട്ടില്ല. അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പറയടോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും എനിക്ക് അവൻ്റെ വീടൊന്നും അറിയില്ല. എന്നാൽ പിന്നെ അവൻ്റെ ജിം എവിടെയാണ് അത് എഴുതിയാൽ മതി. അത് പറയുന്ന നേരം അങ്ങേർക്ക് എഴുതി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങേര് അത് എഴുതി കൊടുക്കും. അന്നേരം ഹീറോ കത്തി ഒന്നുകൂടെ മൂർച്ചയാക്കിയിട്ട് അങ്ങേരോട് ചോദിക്കും പോലീസുകാർ പറഞ്ഞത് 4 പേരുണ്ടെന്നാ, പക്ഷേ വീഡിയോയിൽ എനിക്ക് 3 പേരെ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ, നിങ്ങളാണോ 4-മൻ? അങ്ങേർക്ക് ഇതെന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവില്ല. എന്നാൽ ഹീറോക്ക് മനസ്സിലായി അങ്ങേർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന്. എന്നാൽ പിന്നെ ഒന്നും നോക്കില്ല, പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അങ്ങേരുടെ കഴുത്തിൽ ഒരൊറ്റ വെട്ടാണ്. അങ്ങേര് പെടഞ്ഞ് അവിടെ നിന്ന് മരിക്കും. അങ്ങനെ പ്രസന്റിലേക്ക് വന്നാൽ ഹീറോ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ പേര് നോറ എന്നാണ്. ഹീറോ ഇപ്പോഴാണ് പേരെല്ലാം ചോദിക്കുന്നത്. വണ്ടിയുടെ മുന്നിൽ തന്നെ മകളുടെ ചിതാഭസ്മം വെച്ചിരിക്കുന്ന ഭരണി കാണുന്ന നേരം അവൾ ചോദിക്കും ഇതെന്താ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ആൾ പറയും അതെൻ്റെ മകളാണ്. മകളും മാത്രമല്ല അതിൻ്റെ പാതി എൻ്റെ ഭാര്യ കൂടിയാണ്. ഇത് കേൾക്കുന്ന നോറക്ക് മനസ്സിലായി ഹീറോ വലിയൊരു പ്രശ്നത്തിൽ കൂടെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് വന്നാൽ ഹീറോ അന്ന് വാങ്ങിക്കൊണ്ടുവന്നിരുന്ന സീഡുകളെല്ലാം അതൊന്നും കാണാതെ തന്നെ വീട്ടിൽ വെച്ച് കത്തിച്ച് കളയും. അടുത്തതായിട്ട് ഹീറോക്ക് ആ ഫിന്നിനെയാണ് കാണേണ്ടത്. അവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല, ജിമ്മിൻ്റെ അഡ്രസ്സ് മാത്രമാണ് കിട്ടിയത്. അങ്ങനെ ഹീറോ നേരെ അവൻ്റെ ജിമ്മിലേക്കാണ് ചെല്ലുക. ജിമ്മിൻ്റെ പുറത്തുനിന്ന് നോക്കുന്ന നേരം അവൻ ജിമ്മിനകത്തേക്ക് കയറി പോകുന്നത് കാണാൻ പറ്റും. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണുന്നത് ആ ഫിന്നിന് ഹീറോ കസേരയിൽ ജിമ്മിനകത്തൊരു കസേരയിൽ കെട്ടി വെച്ചിരിക്കുന്നതാണ്. അവനോട് കൂടുതൽ കാര്യങ്ങളെല്ലാം ഇനിയാണ് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. നീയെല്ലാം കൂടെ ജിമ്മിൽ വെച്ച് യൂസ് ചെയ്ത ജെസിക്കയെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് അങ്ങേര് പറയും അവളെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ നീ അവളുടെ അടുത്തേക്ക് തന്നെ ചെല്ല്, നിനക്ക് അവളെ യൂസ് ചെയ്യണോ, നീ അവളെ കാണ്. അവൾ മരിച്ചു പോയെന്ന് ഹീറോ പറയുന്ന നേരം അങ്ങേര് പറയും അവൾ മരിച്ചു പോയെന്നോ, അവൾക്ക് എന്താ പറ്റിയേ,
അതിന് നമ്മുടെ ആൾ പറയും നിനക്കറിയില്ല അവൾക്ക് എന്താ സംഭവിച്ചതെന്ന്, നീ എല്ലാം കൂടെ ഇല്ലാത്ത ലഹരി എല്ലാം കൂടെ അവളുടെ മേലെ കുത്തിക്കയറ്റി അവളെ കൊന്നു കളഞ്ഞില്ല എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും ഞാൻ ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല ഇത്, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ലഹരി കൊടുക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, അതിനായിട്ട് എനിക്ക് ഒരാളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ആർക്കെങ്കിലും എന്തെങ്കിലും കാശിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവരെന്നെ തേടി വരും. നീ പറഞ്ഞ ജസീക ഇല്ലേ, അവൾക്ക് കാശിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നേ, അതിനായിട്ട് ഞാൻ അവളെ യൂസ് ചെയ്തു, അല്ലാതെ ഞാനായിട്ട് അവളെ കൊണ്ടുവന്നല്ല. എനിക്കറിയാം നീ അവളുടെ അച്ഛനോ ചിറ്റപ്പനോ മാമനോ ആരെങ്കിലും ആയിരിക്കും, നീ ഇപ്പോൾ മോശ അവസ്ഥയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എന്നെ കെട്ടഴുകി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഹീറോ ചോദിക്കും പിന്നെ ആരാണ് അവളെ വഴിയിൽ ഉപേക്ഷിച്ച് ആംബുലൻസിനും കോൾ ചെയ്തത്, അതിന് അങ്ങേര് പറയും അതൊന്നും എനിക്കറിയില്ല, ഇതെല്ലാം എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ. അതിന് ഹീറോ പറയും അന്ന് അവളുടെ കൂടെ വീഡിയോയിലുണ്ടായിരുന്ന 3 പേരും അഡ്രസ്സും നമ്പറും അതെല്ലാം എനിക്ക് വേണം. അതിന് അങ്ങേര് പറയും അതൊന്നും എനിക്ക് തരാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് അറിയില്ല. ഇത് കേൾക്കുന്ന ഹീറോ നേരെ ചെന്ന് ടൂൾ ബോക്സ് തുറന്ന് അതിൽ നിന്ന് ഇഷ്ടംപോലെ ടൂളുകളെല്ലാം എടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഹീറോക്ക് ശരിയാവുന്നില്ല. അവസാനം പന്തിൽ കാറ്റടിക്കുന്ന ഒരു പമ്പാണ് കിട്ടുക. അതുമായി വന്ന ഹീറോ അങ്ങേരുടെ പെയിന്റ് അഴിച്ച് അങ്ങേരുടെ ജനനേന്ദ്രിയത്തിലേക്ക് വെച്ചു കൊടുത്ത് കാറ്റ് ആഞ്ഞടിക്കും. അങ്ങേർക്ക് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അതിന്റെ വേദനയിൽ അങ്ങേർക്ക് ആർത്ത് വിളിക്കാനാണ് പറ്റുക. എന്നാൽ ഹീറോ അതെല്ലാം നിർത്തുന്നേരം അങ്ങേര് വിളിച്ചു പറയും നീ എന്താടാ ചെയ്യുന്നത്, നീ ഒന്ന് നിർത്ത്. അതിലൊരുത്തൻ മക്കാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ഒരു പോളാണ്, രണ്ടാമത്തവൻ ഗ്ലോസ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ജിമ്മി. എന്നാൽ ഹീറോ പറയും 2 പേരല്ലല്ലോ ഒരുത്തനും കൂടി ഇല്ലേ, അവനെ എനിക്കറിയില്ല, അവൻ ആരാന്ന് പോലും എനിക്കറിയില്ല. ഹീറോ ഒന്നുകൂടെ കാറ്റടിക്കാനായിട്ട് നിൽക്കുന്നേരം അങ്ങനെ വിളിച്ചു പറയും ആ ജിമ്മി എന്ന് പറയുന്നവന്റെ അനിയനാണ്, അവനെക്കുറിച്ച് അറിയണമെങ്കിൽ ജിമ്മിയോട് തന്നെ ചോദിക്കണം, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഫോൺ എടുത്തോ, ഫോണിൽ അവരുടെ എല്ലാവരുടെയും പേരും നമ്പറും എല്ലാം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ അങ്ങേരുടെ ഫോൺ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹീറോയുടെ തൊട്ട് പിന്നിലായിട്ട് ഒരുത്തൻ വന്ന് നിൽക്കുന്നത്. അതാ ഫിന്നിന്റെ ആളാണ്. ഫിൻ അപ്പോഴേക്ക് പറയും അടിച്ചു കൊല്ലടാ ഇവനെന്ന്. പെട്ടെന്ന് തന്നെ അവൻ ഓടി വന്ന് ഹീറോയെ പിടിക്കും. അവനെ തിരിച്ചിടിക്കാനാണെങ്കിൽ നമ്മുടെ ആൾ കുറച്ച് പാടുപെടുന്നുണ്ട്. അവനാൾ കുറച്ച് കരുത്ത് കൂടിയ ആളാണ്. നമ്മുടെ ആളെ പിടിച്ച് താഴെ ഇടുന്ന നേരം അവന്റെ താടിക്കിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കും. അവന്റെ തലകൂടെ ചുമരിന് ഇടിയുന്നതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വിചാരിച്ച് ഹീറോക്ക് അവനെ തടഞ്ഞു നിർത്താനൊന്നും പറ്റുന്നില്ല. അവൻ പെരുത്തടിയാണ് അടിച്ചോണ്ട് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ അകത്തിന്ന് ഫിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ തെണ്ടി എന്താ ഇടോന്ന്. നിങ്ങൾ പേടിക്കേണ്ട, ഇവനെ ഞാൻ തീർത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് അവൻ തിരിച്ചു പറയാൻ ചെയ്യും. ഹീറോ ആണെങ്കിൽ അവന്റെ അടിയും കൊണ്ട് താഴെ വീണ് എടുക്കുന്ന നേരം ഇത് ഫിന്നിന്റെ ജിമ്മാണല്ലോ, അവിടെ ഡംബൽസ് എല്ലാം ഉണ്ടല്ലോ, അതിലൊന്ന് കൈ കിട്ടുന്നത്. അത് വെച്ച് അവന്റെ കാലിനും താടിക്കും വെച്ച് ഓരോന്ന് കൊടുക്കും. അതിൽ തന്നെ അവന്റെ ബോധം പോയി. അവസാനം അവനെ പിടിച്ച് താഴെ ബേസ്മെന്റിലേക്ക് കൂടെ തട്ടിയിടുന്ന നേരം അവൻ താഴെ വീണ് മരിക്കും. അവിടുന്ന് ഹീറോ നേരെ ഫിന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അവനാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. ഹീറോ ഒന്നും നോക്കില്ല, കൈ കിട്ടിയ കത്തി എടുത്ത് അവന്റെ കഴുത്തിനിട്ട് ഒരൊറ്റ വെട്ടാണ്, അവൻ അവിടെ മരിച്ചുപോയി. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും പ്രസന്റ് ആണ്. ഹീറോയും നോറയും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാത്രി യാത്ര അത്രയ്ക്കങ്ങ് സേഫ് അല്ലാത്തത് കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മോട്ടലിൽ താമസിക്കാമെന്ന് അവർ വിചാരിക്കും. അങ്ങനെ 2 പേരും കൂടെ ഒരു റൂം എടുത്ത് വന്നിരിക്കുന്ന നേരം ഹീറോ അവളോട് പറയും എനിക്ക് രാത്രി TV കാണുന്നൊരു പ്രശ്നമുണ്ട്, നിനക്ക് കുഴപ്പമുണ്ടോ. അവൾക്കാണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. എന്നാൽ അപ്പോഴാണ് ഹീറോ അവൾ മയക്കുമരുന്ന് കയ്യിൽ കുത്തിവെക്കുന്നതിന്റെ പാടുകളെല്ലാം കാണുന്നത്. അവളോട് ചോദിക്കും നീ എന്തിനാണ് ഇതെല്ലാം കയ്യിൽ കുത്തിവെക്കുന്നത്. എന്നാൽ അവൾ തിരിച്ചു ചോദിക്കും നിങ്ങൾ എന്തിനാണ് കയ്യിൽ ഇതെല്ലാം കുത്തിവെക്കുന്നത്. ശരിക്കും ഹീറോയും ഇതുപോലെ മയക്കുമരുന്നുകളെല്ലാം കുത്തിവെക്കുന്നുണ്ട്. അത് മറച്ചു വെച്ചാണ് അവളോട് ഹീറോ ഇങ്ങനെ ചോദിച്ചത്. എന്നാൽ ഹീറോ എന്തിനാണ് ഇത് കുത്തിവെക്കുന്നതെന്ന് വെച്ചാൽ മകളുടെ ഓർമ്മകളെല്ലാം ഹീറോയെ ചുറ്റി വരിയുന്ന നേരം അതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് കുത്തിവെക്കുന്നതാണ്. മാത്രമല്ല ഇത് കുത്തിവെച്ചാലാണ് ക്രിസ്റ്റി എന്നാൽ ഹീറോക്ക് മകളെ കൊന്നവരോട് എല്ലാവരോടും പ്രതികാരം ചെയ്യാനായിട്ടുള്ള ഒരു ദേഷ്യം ഉള്ളിൽ വരുള്ളൂ. എന്തായാലും കുളിക്കാൻ നേരത്ത് ക്രിസ്റ്റി പറയും എനിക്ക് നാളെ ഇവിടെ ഒരാളെ കാണാനായിട്ട് പോകാനുണ്ട്, നാളെ നേരത്തെ ഞാൻ അവരെ പോയി കണ്ടുവന്നിട്ട് നമുക്ക് വീണ്ടും യാത്ര ചെയ്യാമെന്ന്. എന്നാൽ അവൾക്കും കുഴപ്പമില്ല. അവൾ പറയും നിങ്ങൾ വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന്. അങ്ങനെ കുളിക്കാനായിട്ട് കയറുന്ന നേരം ഹീറോക്കാണെങ്കിൽ കരച്ചിൽ നിർത്താനായിട്ട് പറ്റുന്നില്ല. ഇപ്പം നോറ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഹീറോക്ക് മകളൊപ്പം ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്തായാലും പിറ്റേന്ന് രാവിലെ തന്നെ ഹീറോ കാണാനുണ്ടെന്ന് പറഞ്ഞ ആളെ കാണാനായിട്ട് പോവാണ്. ഇത് വെറും ഒരു കാഴ്ച മാത്രമല്ല, അങ്ങേരുടെ വീട്ടിലെ കുറെ കീടങ്ങളുണ്ട്, അതിനെയെല്ലാം കൊല്ലാനായിട്ടാണ് ഹീറോ പോകുന്നത്. അങ്ങേരെ ഒരു ഷൾട്ടർ കാണിച്ച് ഇതിനകത്താണുള്ളതെന്ന് പറയുന്ന നേരം ഹീറോ ഒരു ടോർച്ചെല്ലാം അടിച്ച് അതിന്റെ അടിയിലേക്ക് നോക്കുന്ന നേരം ഇഷ്ടംപോലെ കീടങ്ങളെ കാണുന്നുണ്ട്. ഇത് നിങ്ങളും കൂടെ നോക്കൂന്ന് പറയുമ്പോൾ അങ്ങേരും താഴ്ന്നു നിന്ന് നോക്കും. അങ്ങനെ അങ്ങേരതെല്ലാം നോക്കുന്ന നേരം ഹീറോ തൊട്ട് പിന്നീന്ന് ഒരു കമ്പിയായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ആ കമ്പി കൊണ്ട് അങ്ങേരെ അടിച്ച് താഴെയിടും. ഈ അടി കൊണ്ടവൻ ആരാന്ന് വെച്ചാൽ നേരത്തെ ഫിന്ന് 2-3 എണ്ണത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ, അതിൽ ഗ്ലോസ്റ്റോൺ എന്ന സ്ഥലത്ത് നിന്ന് വന്ന ജിമ്മിയാണിത്. ഇവനാണ് ഒരു അനിയനും കൂടി ഉള്ളത്. ഇവനോട് ചോദിച്ചാലേ ഇനി അനിയനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. അടി കൊണ്ട് ജിമ്മി കണ്ണ് തുറന്നു നോക്കുന്ന നേരം ഹീറോ അവനെ കസാരയിൽ നഗ്നനാക്കിയിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ചൂണ്ടൽ കൊളത്ത കൊണ്ട് അവന്റെ ജനനേന്ദ്രിയത്തിൽ കുടുക്കി വെക്കുക പോലും ചെയ്തിട്ടുണ്ട്. അവൻ എന്തെങ്കിലും മുട കാണിച്ചാൽ ഹീറോ ആ ചൂണ്ടക്കണ്ണി പിടിച്ച് വലിക്കും. അതോടുകൂടെ അവന് പെരുത്ത് വേദനാകും. ഹീറോ ആണെങ്കിൽ അവനെ എന്തിനാണ് കെട്ടിവെച്ചെന്ന് അവന് മനസ്സിലാവില്ല. നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിവെച്ചെന്ന് അവൻ ചോദിക്കും. നീ എൻ്റെ മകൾ ജെസീക്കയുടെ കൂടെ പോൺ വീഡിയോ ഷൂട്ടിനില്ലായിരുന്നു, അന്ന് അവൾ അതെല്ലാം കഴിഞ്ഞ് ആരുടെ കൂടെയാണ് പോയത്. അതിനവൻ പറയും നിങ്ങൾ ജെസീക്കയുടെ ആളാണോ, അവൾ ആരുടെ കൂടെയാണ് പോയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അന്ന് ആദ്യം തന്നെ പുറത്തിറങ്ങിയിരുന്നു, എന്നാൽ ഞാൻ വരുന്നവരെ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഹീറോ ആ ചൂണ്ടൽ പിടിച്ച് വലിക്കുന്നേരം അവൻ ആർത്ത് വിളിക്കും. ആരാണ് അവളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും അറിയില്ല. എന്നാൽ ഹീറോ ഇപ്പോഴാണ് ചോദിക്കുന്നത് നിന്റെ അനിയൻ എവിടെ. അനിയനെ കുറിച്ച് ചോദിക്കുന്ന നേരം അവൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അവൻ പറയും നിങ്ങളുടെ മകള് അവളുടെ ഇഷ്ടപ്രകാരമാണ് വന്നത്, അവൾ ആരും പിടിച്ചു വലിച്ച് കൊണ്ടുവന്നൊന്നുമല്ല. എന്നാൽ അന്ന് അവളുടെ കൂടെ വീഡിയോ ഷൂട്ടിന് ആരെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന നേരം
അവൻ അനിയൻ്റെ പേരൊഴിച്ച് ബാക്കിയുള്ളവരുടെ പേരെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നാൽ ഹീറോക്ക് അവൻ്റെ അനിയൻ എവിടെയെന്നാണ് അറിയേണ്ടത്. അവനാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നില്ല. അവനെ പേടിപ്പിച്ച് മിരട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ട് സൈഡിൽ നിന്നൊരു ശബ്ദം. നിങ്ങളിങ്ങനെ ആർത്ത് വിളിക്കുന്നു വേണ്ട, അവൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നു. നോക്കുന്നേരണ്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. ഇതുപോലൊരു പ്രശ്നം ഹീറോ വിചാരിച്ചില്ല. നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നേരം അവൾ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങളല്ലേ ക്രിസ്റ്റി? ഇത് കേൾക്കുന്ന ഹീറോ ചെറുതായിട്ടൊന്ന് ഞെട്ടും. ഇവൾക്ക് എങ്ങനെ എൻ്റെ പേര് അറിയാമെന്ന്. സത്യം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ മകളുടെ വീഡിയോ ടൈപ്പ് ഇല്ലായിരുന്നു, അത് ഹീറോക്ക് അയച്ചു കൊടുത്തത് ഇവളാണ്. അതെന്തിനു നീ എനിക്ക് അയച്ചു തന്നു എന്ന് ചോദിക്കുന്നേരം അവൾ തന്നെ പറയും, ഇതെല്ലാം സംഭവിക്കുന്നു എനിക്കറിയാമായിരുന്നു, ഇതെല്ലാം സംഭവിക്കണമായിരുന്നു. അവനും അവൻ്റെ അനിയനും വെറും തെണ്ടികളാണ്, അവരെല്ലാം തീരേണ്ടവരാണ്. ഇതേ സമയത്ത് ജിമ്മിയുടെ അനിയൻ കാറിൽ അങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നേരം കാണുന്നത് ചേട്ടനെ അവിടെ കെട്ടിവെച്ചിരിക്കുന്നതാണ്. അത് കാണുന്നേരം ചേട്ടനും അവന് കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന അവൻ കാറിലേക്ക് തന്നെ തിരിച്ചു വന്ന് എന്തോ വടിയും പാരയൊക്കെ ആയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. ഇതൊന്നും ഹീറോ ഇവിടെ അറിയുന്നില്ല. ഹീറോ ഇവിടെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ അവളോട് സംസാരിച്ച് കഴിയുന്ന ഹീറോ വീണ്ടും ജിമ്മിയുടെ അടുത്തേക്ക് തന്നെ വന്ന് അവൻ്റെ മോന്തക്ക് നോക്കിയിരിക്കുന്നേരം പിന്നിൽ അനിയൻ മെല്ലെ വരുന്നുണ്ട്. നമ്മുടെ ആൾക്ക് എന്തോ ഒരു സംശയം തോന്നി തിരിഞ്ഞു നോക്കുന്നേരം അവൻ പട്ടിക എടുത്ത് ഒരൊറ്റ അടിയാണ്. എന്നാൽ നമ്മുടെ ആളത് പിടിച്ചു വെക്കും. പിന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പെരുത്ത അടിയാണ്. ഹീറോ നേരത്തെ കണ്ടവന്മാരെ പോലെ ഒന്നും അല്ല ഇവൻ. എത്ര അടി കൊണ്ടാലും പിന്നെയും പിന്നെയും തിരിച്ചു വരും. കാണാനായിട്ടൊരു ചെറിയ മനുഷ്യനൊക്കെ തന്നെയാണ്, പക്ഷെ എത്ര അടി കൊണ്ടാലും വീണ്ടും വീണ്ടും അടിക്കാനായിട്ട് വരും. അവസാനം കൈ കിട്ടിയൊരു വടിയെടുത്ത് ഹീറോ അവനെ പൊതിരത്തല്ലും. എന്നിട്ടും അവന് കാര്യമായിട്ടൊന്നും പറ്റുന്നില്ല. എന്നാൽ ഹീറോ അവൻ്റെ മുട്ടും കാലിനിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. ആ ഒരൊറ്റ അടിയിൽ അവൻ താഴെ വീഴും. ഹീറോക്കാണെങ്കിൽ ഈ മുട്ടിൻ്റെ ഭാഗത്ത് അടിക്കുന്ന അടിയാണ് സ്പെഷ്യൽ, അതെല്ലാത്തിനും കൊടുക്കുന്നുണ്ട് ഹീറോ. അവസാനം ഒരു മേട്ടിയെടുത്ത് അവൻ്റെ മോന്തക്ക് ഒരൊറ്റ അടി കൊടുക്കുന്നതോടുകൂടെ അവൻ തീർന്നു. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ഹീറോ അവൻ്റെ ചേട്ടൻ ജിമ്മിക്ക് മോന്തക്കിട്ട് ഒരൊറ്റ ഒന്ന് കൊടുക്കും. അവനും മരിച്ചു. അങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണം തീർന്നു. ഇനി ഒരുത്തനും കൂടിയുണ്ട്. അവനെ കണ്ടുപിടിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് നോറയെ അവൾ പറഞ്ഞ സ്ഥലത്ത് ഇറക്കി കൊടുക്കണമല്ലോ. അവളെ ഇറക്കി കൊടുക്കെങ്കിലും അവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആൾ ഇനിയും 1 മണിക്കൂർ കഴിയും അവിടെ എത്താനായിട്ട്. എന്നാൽ അവളെ തനിച്ചാക്കിയിട്ട് ഹീറോ പോകുന്നൊന്നുമില്ല. അങ്ങനെ അവൾ വണ്ടിയിൽ കയറി ഹീറോയോട് കത്തിക്കാനായിട്ട് ഒരു സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നേരം ഹീറോ സിഗരറ്റ് എല്ലാം എടുത്തു കൊടുക്കും. എന്നാൽ നമ്മുടെ ആൾ അവളോട് പറയും, നമ്മളൊരു 15-ാം വയസ്സിലൊക്കെ ആയിരിക്കും ഇതുപോലെ സിഗരറ്റ് എല്ലാം വലിച്ചു തുടങ്ങുക. എന്നാൽ അതും കഴിഞ്ഞ് ഒരു 20 വർഷം കഴിയുമ്പോഴായിരിക്കും ഇതെല്ലാം നിർത്തണമെന്ന് നമുക്ക് തോന്നുക. എന്നാൽ അന്നേരത്ത് നിർത്താൻ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ കിഡ്നിയും ലിവറും ഹാർട്ടും അതെല്ലാം തീരും. നമ്മുടെ ആൾ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിക്കുന്നുണ്ട്. വീണ്ടും അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നേരം അവൾ വലിക്കില്ല എന്ന് വിചാരിക്കും. എന്നാൽ അവൾ വീണ്ടും വലിക്കും. നമ്മൾ വിചാരിക്കും ഹീറോ പറയുന്നതൊന്നും അവൾ വലിയ കാര്യമാക്കില്ല എന്ന്. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അവൾ ആ സിഗരറ്റ് ഒഴിവാക്കി കളയും. ഹീറോയോട് എന്തൊരു ബഹുമാനമുണ്ട് അവൾക്ക്. അങ്ങനെ കുറച്ചു നേരം കൂടെ കാത്തു നിൽക്കുമ്പോഴേക്ക് അവളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ആൾ വന്നു. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് ഹീറോ അവളെ ഒന്നുകൂടെ വിളിക്കും. നമ്പർ എഴുതി കൊടുത്ത് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നേരം അവൾ ഓക്കെ പറഞ്ഞ് ഹീറോയോട് നന്ദിയെല്ലാം പറഞ്ഞ് അവിടുന്ന് പോകും. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുന്ന നേരം അവസാനത്തെ ഒന്നില്ലായിരുന്നു. അപ്പോൾ ഹീറോ അവൻ്റെ വീടിനടുത്ത് എത്തിയിട്ടുണ്ട്. ഹീറോ നോക്കുന്നേരം അവൻ ഭാര്യയും കുട്ടിയെ എല്ലാം കാറിൽ എങ്ങോട്ടോ പറഞ്ഞയക്കുകയാണ്. അവൻ ആദ്യം ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്താണ് ജീവിച്ചെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതെല്ലാം മറച്ചു വെച്ച് നല്ലൊരു കുടുംബമായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് ഹീറോ അവനെ വീട്ടിൽ അടിച്ച് പാതിയാക്കി വെച്ചിരിക്കുന്നതാണ്. അവൻ്റെ മേലെ നിന്നെല്ലാം ചോരയെല്ലാം നല്ലപോലെ പോകുന്നുണ്ട്. അവൻ ആർത്ത് പറയും, നിങ്ങൾ പറയുന്ന വീഡിയോയിൽ ഒരിക്കലും ഞാനില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ആ വീഡിയോയിലേക്ക് ഞാൻ വന്നിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നീ എന്തിന് തിരിച്ചു പോയെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയും, ഞാൻ ആദ്യം നല്ലൊരു പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാര്യം കുറച്ച് വഷളാണ്. പിന്നെ അവരോട് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു അവളോട് ദയൊന്നും കാണിക്കരുതെന്ന്. ഞാൻ അതിനെക്കുറിച്ചെല്ലാം ഫിന്നിനോട് ചോദിച്ചപ്പോൾ അങ്ങേര് എന്നോട് പറഞ്ഞത് ഇതെല്ലാം ചെയ്യുന്നതിനാണ് ഞാൻ അവൾക്ക് കാശ് കൊടുക്കുന്നതെന്ന്. പിന്നെ കൂടുതലൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല, എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഹീറോ ചോദിക്കും, അവൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ വല്ല ലഹരി ഉപയോഗിച്ചിരുന്നു? അതിനവൻ പറയും, അതൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലഹരി ഉപയോഗിച്ചിരുന്നു. പിന്നെ എല്ലാവർക്കുമായിട്ട് കുറച്ച് കൊക്കൈൻ കൊണ്ടുവന്നു, അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അവൾക്കും ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഹീറോ ചോദിക്കും, കൊക്കൈൻ മാത്രമായിരുന്നോ അവർ ഉപയോഗിച്ചത്? അതെ, അവർ കൊക്കൈൻ മാത്രമായിരുന്നല്ലോ ഉപയോഗിച്ചിരുന്നത്, വേറൊന്നുമില്ലായിരുന്നു. എന്നാൽ മകളുടെ റിപ്പോർട്ടിൽ വന്നിരുന്നത് മകൾ കൊക്കൈനും കൂടെ തന്നെ ഹെറോയിനും ഉപയോഗിച്ചു എന്നായിരുന്നു. ഇതെല്ലാം അവനോട് പറയുന്ന നേരം അവൻ പറയും, അങ്ങനെയാണെങ്കിൽ അവൾ ഡെറിക്കിൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാകും. അവൻ്റെ കയ്യിൽ പെട്ടാലാണ് ഇതുപോലെയെല്ലാം ഉപയോഗിക്കേണ്ടി വരിക. ഹീറോ അപ്പം തന്നെ ഈ ഡെറിക്കിന് എവിടെ പോയാൽ പൊക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന നേരം അവൻ അറിയില്ല ഡെറിക്ക് എവിടെയാന്ന്. അവൻ പറയും, എനിക്കറിയില്ല, അവൻ്റെ സ്ഥലമൊന്നും എനിക്കറിയില്ല. അത് കേൾക്കുന്ന ഹീറോ ദേഷ്യത്തിൽ അവനെ വീണ്ടും ഉപദ്രവിക്കാൻ വരുന്ന നേരം അവൻ ആർത്ത് പറയും, എനിക്കറിയില്ല, ഞാൻ സത്യമാണ് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല. എനിക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്, മകളുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ആ വീഡിയോ ടൈപ്പ് കയ്യിൽ വെച്ചോ. എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാം. നിങ്ങൾ എന്നെ കൊല്ലാതിരുന്നാൽ മതി. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഫിന്നിനെ പോയി കണ്ടാൽ മതി. അതിന് ഹീറോ പറയും, ഏത് ഫിന്ന്? ഫിന്നൊക്കെ എപ്പോഴേ തീർന്നു. അവനെ കൊന്നോ? നിങ്ങൾ എന്നാൽ പിന്നെ ജിമ്മിയോടും അവൻ്റെ അനിയനോടും പോയി ചോദിക്കണം. അവരെയും കൊന്നു എന്ന് പറയുന്ന നേരം അവന് പേടിയാകും. ഹീറോ അവനെ കൊല്ലൂന്ന് അവന് പേടിയാകും. ഞാനിത് ആരോടും പറയില്ല, എനിക്കൊരു മകളുണ്ട്, നിങ്ങൾ എന്നെ വെറുതെ വിടണമെന്ന് പറയുന്ന നേരം ഹീറോയും ദേഷ്യത്തിൽ അവിടെ ഇരുന്ന് പറയും, എനിക്കും ഒരു മകളുണ്ടായിരുന്നടോ, അവൾ ഇപ്പം എൻ്റെ കൂടെയില്ല. എന്നാൽ ഹീറോയുടെ മകൾ ജസീക മരിച്ച കാര്യങ്ങളെല്ലാം പോളിന് അറിയാം. ഹീറോ എന്താണെന്ന് അറിയില്ല. അവൻ ഇങ്ങനെയെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ ഒന്നും ചെയ്യില്ല. അവനെ ഹീറോ വെറുതെ വിടും. അവിടുന്ന് പുറത്തിറങ്ങുന്ന ഹീറോക്കാണെങ്കിൽ ഡെറിക്കിനെ എങ്ങനെ പിടിക്കണം എന്നറിയില്ല. അവൻ്റെ ലൊക്കേഷൻ അറിയില്ല. അവനെക്കുറിച്ച് ചോദിക്കാനായിട്ടുള്ള
ബാക്കിയുള്ള ആളുകളെല്ലാം മരിച്ചു പോവുകയും ചെയ്തു. ഇനി കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഹീറോ ആ ടൂൾ ബോക്സുകളെല്ലാം കൊണ്ടുപോയി നശിപ്പിക്കും. ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും. അങ്ങനെ അന്ന് രാത്രി തന്നെ തിരിച്ച് വീട്ടിലേക്ക് വാനിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോക്ക് ഒരു കോള് വരുന്നത്. എടുത്തു നോക്കുന്നേരം നോറയാണ് വിളിക്കുന്നത്. ഹലോ ക്രിസ്റ്റി, നിങ്ങൾ തിരിച്ചു പോകാനായിട്ടുണ്ടോ? ഹീറോ പറയും, ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഇറക്കിയിട്ട സ്ഥലത്ത് നിന്നും നിങ്ങൾ പോയോ എന്ന് ചോദിക്കുന്നേരം, ഇല്ല, ഞാനൊരു മണിക്കൂറാകും അവിടെ എത്താന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്നെ പിക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ അവളെ പിക്ക് ചെയ്യാനായിട്ടാണ് ഇനി ചെല്ലുന്നത്. അങ്ങനെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് അവൾ നിൽക്കുന്ന സ്ഥലത്ത് എത്തുന്നേരം അവൾ വന്ന് വണ്ടിയിൽ കയറും. ഹീറോ ചോദിക്കും, നിനക്കെന്താ പ്രശ്നം? നീ പോയ കാര്യമൊന്നും ശരിയായിട്ടില്ലല്ലോ. അവൾ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. എന്നാൽ ഹീറോക്ക് മനസ്സിലായി അവൾക്ക് എന്തോ ഒന്നും ശരിയായിട്ടില്ല എന്ന്. അങ്ങനെ അവളെ അവിടെ നിർത്തി കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുക അവളിപ്പോൾ 2.5 മാസത്തേക്ക് ഗർഭിണിയാണ്. അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടാണ് അവൾ വന്നിറങ്ങിയിരുന്നത്. അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരുത്തം വന്നില്ലായിരുന്നോ, അവനാണ് അവളുടെ ഗേൾഫ്രണ്ട് അല്ല, ബോയ് ഫ്രണ്ട്. എന്നാൽ അവനോട് ഭാവിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവനാണെങ്കിൽ ഇതെല്ലാം വലിയ ചിലവാണ്, എനിക്ക് നിന്നെ നോക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവളെ ഒഴിവാക്കി. അവളുടെ വീട്ടിലാണെങ്കിൽ അവളുടെ അച്ഛൻ അവളെ ഒരു മോശം പേര് വിളിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. അമ്മയാണ് പിന്നെ കുറച്ചുകൂടി ഒരു സ്നേഹം അവളോട് കാണിച്ചേ. പക്ഷെ അച്ഛൻ നല്ലപോലെ അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആകെ കൂടെ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അവളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഹീറോ ചോദിക്കും, നീ വീട്ടിൽ നിന്നും പറയാതെയാണ് ഇങ്ങോട്ട് പോകുന്നത്? അതേന്ന് പറയുന്ന നേരം നമ്മുടെ ആൾ പറയും, എൻ്റെ അഭിപ്രായത്തിൽ നിന്റെ വീട്ടുകാരെല്ലാവരും ഇപ്പോൾ പേടിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പം തിരിച്ച് അവിടേക്ക് തന്നെ ചെല്ലുകയാണെങ്കിൽ നിന്റെ വീട്ടുകാർ പഴയ പോലെയൊന്നും അല്ല നിന്നോട് പെരുമാറുക. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം നിന്റെ ഇഷ്ടമാണ്, നിനക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് ഹീറോ വന്ന് വണ്ടിയിൽ കയറും. അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വീണ്ടും ഹീറോയുടെ വണ്ടിയുടെ മുന്നിൽ വെച്ചിരുന്ന ആ ഭരണി കാണുന്നത്. നിങ്ങൾ ഈ ചിതാഭസ്മം എന്ത് ചെയ്യാനാണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്ന നേരം ഹീറോ പറയും, ഞാനിത് കടലിലോ പുഴയിലോ അങ്ങനെ എങ്ങാനും ഒഴുക്കാനാണ് വിചാരിക്കുന്നത്. അന്നേരം അവൾ പറയും, നമ്മൾ ഇപ്പോൾ ഒരു പുഴ കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങോട്ട് വരുന്നത്, നമുക്ക് അവിടെ പോയിട്ട് ഒഴുക്കിയാലോ? ഹീറോ ഇതെല്ലാം ഒഴുക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ടെങ്കിലും ഹീറോയുടെ കൂടെ ആരും ഇല്ലാത്ത പോലെ തോന്നുന്നതുകൊണ്ട് ഇതൊന്നും ഒഴുക്കിയിട്ടില്ലായിരുന്നു ഇത്രയും കാലം. എന്തായാലും അവൾ കൂടെ പറഞ്ഞ സ്ഥിതിക്ക് ആ ചിതാഭസ്മം ആ കടലിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കും. ഇതെല്ലാം വളരെ വേദനയിലാണ് ഹീറോ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടു പിന്നിൽ ഒരു പോലീസുകാരൻ വന്ന് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മിന്നിച്ച് കാണിക്കുക. ഇതുപോലെ പിന്നിൽ പോലീസുകാർ വന്ന് ഹെഡ്ലൈറ്റ് മിന്നിച്ച് കാണിച്ചാൽ പിന്നെ വണ്ടി പെട്ടെന്ന് തന്നെ സൈഡ് നിർത്തണം. അപ്പോൾ ഇതെന്താ പുതിയ പണിയെന്നും വിചാരിച്ച് ഹീറോ വണ്ടി തൊട്ടു സൈഡിൽ നിർത്തി സ്റ്റെയറിംഗിൽ കൈയും വെച്ച് നിൽക്കും. പോലീസുകാരൻ വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ ലൈസൻസ് എവിടെ? ഹീറോ പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുത്തു കൊടുക്കും. എന്നാൽ പിന്നെ പോലീസുകാരൻ പറയുന്നത് നോറയോട് പുറത്തിറങ്ങി വരാനാണ്. എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നതെന്ന് അവളും കൂടെ തന്നെ ഹീറോയും ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാരൻ ഞെട്ടിച്ചിട്ട് അവളെ മെല്ലെ പുറത്തിറക്കും. കൂടെ തന്നെ ഹീറോയോട് പുറത്തിറങ്ങി വരാനായിട്ട് പറയും. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ നോറയുടെ കയ്യിലേക്ക് ഒരു ഹാൻഡ് കഫ് കൊടുക്കും. ഹീറോയുടെ ഒരൊറ്റ കൈ മാത്രം അതിൽ ലോക്ക് ചെയ്യാനായിട്ട് പറയും. അവൾ ഒരു കൈ മാത്രം ലോക്ക് ചെയ്ത് കഴിയുന്നേരം അടുത്ത കൈയും ലോക്ക് ചെയ്യാനായിട്ട് പറയും. അന്നേരമാണ് പോലീസുകാരൻ പറയാ, 6 പേരെ കൊല ചെയ്ത കുറ്റത്തിന് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് ഹീറോക്കും മനസ്സിലാവുക തന്നെ പിടിക്കാൻ വന്ന പോലീസായിരുന്നു ഇതെന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഈ പോലീസുകാരൻ കുറച്ച് ബുദ്ധിയുള്ള പോലീസുകാരനാണ്. പെട്ടെന്ന് തന്നെ ഹീറോയുടെ അടുത്ത് വന്ന്, നിന്റെ കൈ ഹാൻഡ്സപ്പിലിട്ട് നിൽക്കടാ, നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്നൊന്നും വിളിച്ചു പറഞ്ഞ് പൊട്ടത്തരൊന്നും കാണിച്ചിട്ടില്ല, മണ്ടത്തരൊന്നും കാണിച്ചിട്ടില്ല. സാധാരണയായിട്ട് ലൈസൻസ് എല്ലാം ചോദിക്കുന്ന പോലെ കാണിച്ച് അവനെ അറസ്റ്റ് ചെയ്യാണ് ചെയ്തേ. എന്തായാലും ഹീറോ ഇപ്പോൾ പോലീസുകാരുടെ കൂടെ പോലീസ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോറ ചോദിക്കും, ഇതെല്ലാം എന്താണ്, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നേരത്തെ പോലീസുകാരൻ നോറയോട് നിങ്ങൾക്ക് ഇവനെ അറിയുമോ ചോദിക്കുന്ന നേരം നോറ പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ അറിയാമെന്നായിരുന്നു, ഹീറോയെ രക്ഷിക്കാനായിട്ട്, എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തിനാണ് ഇവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന് അവൾ വീണ്ടും ചോദിക്കുന്ന നേരം ഹീറോ പറയും, എൻ്റെ മകളെ കുറച്ച് പേര് കൊല്ലുകയാണ് ചെയ്തത്, അതിന് നിങ്ങൾ അവരെ എല്ലാവരെയും കൊന്നോ? ഹീറോ പിന്നെ ഒന്നും മിണ്ടില്ല. അത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഹീറോ അവരെ എല്ലാവരെയും കൊന്നു. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, ജയിലിൽ ചെന്ന് എന്തെങ്കിലും ഉണ്ടെല്ലാം തിന്ന് ജീവിക്കാമെന്ന് അവൾ വിചാരിക്കുന്നേരാണ് പോലീസുകാരൻ അവരെയും കൊണ്ട് ചെല്ലുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. നോറയും ഹീറോയും വിചാരിച്ചിരുന്നത് അവരെ രണ്ടുപേരെയും പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകണമെന്നാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ഗുണ്ടകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് കൊണ്ടു ചെല്ലുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് അവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ടെങ്കിലും പോലീസുകാരൻ അതിനൊന്നും സംസാരിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ 2 വന്ന് ഡോറും തുറന്ന് ഹീറോയെ വലിച്ചു പുറത്തേക്ക് എടുക്കും. നോറയാണെങ്കിൽ മറ്റൊരുത്തനാണ് കൊണ്ടുപോവുക. ഇവരെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. നേരെ വീടിനുള്ളിലേക്ക് കയറുന്ന നേരം അവിടെ ഒരുത്തൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ആരാന്ന് വെച്ചാൽ അവൻ്റെ പേരാണ് ഡെറിക്ക്. അവനാണ് ശരിക്കും ഹീറോയുടെ മകളെ കൊന്നിട്ടുള്ളത്. അവൻ പുറത്തിറങ്ങി വന്ന് ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ഫിന്നിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പറയും, എടാ മണ്ട, നീ ഫിന്നിൻ്റെ ഫോൺ കയ്യിൽ വെക്കാൻ പാടില്ലായിരുന്നു, ഇത് വെച്ചോണ്ടാണ് ഞങ്ങൾക്ക് നിന്നെ പിടിക്കാനായിട്ട് പറ്റിയത്. അന്നേരം പോലീസുകാരൻ പറയും, നിങ്ങളൊക്കെ ഇവനെ വെച്ച് എന്തെങ്കിലും കാണിച്ചോ, പക്ഷെ നിങ്ങളൊക്കെ എനിക്ക് തരാനുള്ളൊന്ന് വേഗം താടോ. ശരിക്കും പോലീസുകാരൻ ഇവർ പറഞ്ഞിട്ടാണ് ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത്, അല്ലാതെ ഇവരുടെ ടീമൊന്നുമല്ല, കാശിന് വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. അങ്ങേർക്കുള്ള കാശ് കൊടുക്കുന്ന നേരം ഹീറോയുടെ ഹാൻഡ് കഫും ഊരിയിട്ട് കൂടെ തന്നെ നോറയും കൊണ്ടാണ് അങ്ങേര് ഇറങ്ങിപ്പോകുന്നത്. ഇനി അവളെയും കൊണ്ട് അങ്ങേര് എങ്ങോട്ടാണ് ഈ പോണേന്നൊന്നും അറിയില്ല. അതേ സമയത്ത് ഇവിടെ 4 ഗുണ്ടകൾ ഹീറോയും കൊണ്ട് മറ്റേതോ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഹീറോയെ പിടിച്ചു പൊക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ഹീറോ തട്ടിക്കുടഞ്ഞ് രക്ഷപ്പെടാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും പറ്റുന്നില്ല. പെട്ടെന്നൊരു ഗ്യാപ്പ് കിട്ടുന്ന നേരം ഹീറോ ഒരുത്തിനെ പിടിച്ചിടിക്കാൻ തുടങ്ങും. പിന്നെ 4 എണ്ണത്തിനെയും മാറി മാറി ഇടിക്കും. അവസാനം കയ്യിൽ കിട്ടിയ ഒരു കമ്പി എടുത്ത് ഡെറിക്കിന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ അടിയും കൊടുത്ത് നേരെ പുറത്തേക്ക് ഓടി
ഓടി വന്നാൽ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ, ഇതേതാ സ്ഥലം എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് വീടിന്റെ തൊട്ടു പിന്നിൽ തന്നെ വന്ന് ഒളിച്ചു നിൽക്കുകയാണ് ചെയ്യുക. അതേസമയം തന്നെ ഹീറോയും തിരഞ്ഞുകൊണ്ട് ഒരുത്തൻ കമ്പിയായിട്ട് അതേ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഹീറോ ഇവിടെ നിൽക്കുന്ന കാര്യം അവൻ അറിയില്ല. പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടിയ ഒരു കമ്പി എടുത്ത് ഓടി വന്ന് ഹീറോ അവന്റെ മോന്തക്കിട്ട് ഒരു ഒറ്റ അടിയാണ്. 2-3 അടി കൊടുക്കുമ്പോഴേക്ക് അവൻ താഴെ വീണു. അന്നേരം ഏതോ ഒരു തന്നെ ഒരു വലിയ കമ്പിയായിട്ട് ഹീറോ അടുത്തേക്ക് ഓടി വരുന്നത്. അവന്റെ കമ്പിക്കാണെങ്കിൽ ഹീറോയെക്കാളും നീളമുണ്ട്. ഹീറോയെക്കാളും അല്ല, ഹീറോയുടെ കയ്യിലെ കമ്പിയേക്കാളും നീളമുണ്ട്. അതുകൊണ്ട് അടിക്കാൻ കുറച്ച് എളുപ്പമാണെന്ന് നമ്മൾ വിചാരിക്കെങ്കിലും അതും ഹീറോ അടിച്ച് താഴെ ഇടും. പെട്ടെന്നാണ് പിന്നീന്ന് ഒരുത്തൻ ഓടി വന്ന് ഹീറോയെ പിടിച്ച് താഴെ വീഴുക. അവനെ അടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പോലീസുകാരന്റെ വണ്ടിയിൽ പോലീസുകാരൻ നോറയോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്ന ഹീറോ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ എങ്ങനെയും അവളെ രക്ഷിച്ചേ പറ്റൂ. എന്നാൽ ഇപ്പൊ ഹീറോയെ അടിക്കുന്ന ഈ പ്രാന്തനാണെങ്കിൽ എത്ര അടി കൊണ്ടിട്ടും പോകുന്നില്ല. അവന്റെ തലക്കും കാലിനും മേലയും എല്ലാം അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആ പ്രാന്ത് എഴുന്നേറ്റ് പോകുന്നില്ല. അവസാനം ഹീറോയുടെ കയ്യിൽ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്ന ഒരു പൈപ്പാണ് കിട്ടുക. ആ പൈപ്പ് എടുത്ത് അവന്റെ കഴുത്തിൽ മുറുക്കിയിട്ട് അവനെ കൊല്ലുന്നവരെ മുറുക്കിയിട്ട് അവനെ കൊന്നുകളയും. അതേ സമയത്ത് പോലീസുകാരൻ കാറിൽ നോറയോട് വിഷമങ്ങളെല്ലാം പറയാണ്. എൻ്റെ ഭാര്യ കുറേ കാലമേ എൻ്റെ കൂടെ ഒന്ന് കിടന്നിട്ട് അവൾ എൻ്റെ കൂടെ TV പോലും കാണുന്നില്ല. അവളെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഒരാണായി എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അവൾ എനിക്ക് ചെയ്തു തരുന്നില്ല. അതുകൊണ്ട് അതെല്ലാം ഒന്ന് അറിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തെന്നൂടെ. പെട്ടെന്നാണ് ഹീറോ ഡോറും തുറന്ന് പോലീസുകാരനെ വലിച്ചു പുറത്തേക്ക് ഇടുക. അങ്ങേർക്ക് 2-3 അടി കൊടുക്കുമ്പോഴാണ് അങ്ങേരുടെ ഗണ്ണ് താഴെ വീഴുന്നത്. അതെടുത്ത് അങ്ങേർക്ക് 2-3 പൊട്ടികളിലൂടെ വെച്ചെടുക്കും. അങ്ങേര് മരിച്ചു. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് ഡെറിക് വന്ന് ഹീറോയെ പെരുത്തി ഇടിയിടിക്കുന്നത്. അവനാണെങ്കിൽ കുറച്ച് സൈസുള്ള മനുഷ്യനാണ്. ഹീറോക്ക് അവൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അടി കൊണ്ട് ബോധം പോകുന്ന ഹീറോ കണ്ണ് തുറന്നു നോക്കുന്ന നേരം ഹീറോയെ കസാരയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. കയ്യിൽ ഹാൻഡ് കഫ് ഇട്ട് വെച്ചിരിക്കുകയാണ്. മുന്നിൽ തന്നെ ഡെറിക്കും ആ പ്രാന്തനും നിൽക്കുന്നുണ്ട്. ഹീറോ പോലീസുകാരനെ കൊന്ന കാര്യം അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ പോലീസുകാരൻ മരിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മറ്റുള്ള പോലീസുകാരെല്ലാവരും അങ്ങോട്ട് വരുമെന്ന് അവർക്കറിയാം. അതിന്റെ ദേഷ്യത്തിൽ ആ പ്രാന്തൻ ഹീറോയെ അടിച്ചു കൊല്ലാനായിട്ട് വരുന്ന നേരം ഡെറിക്ക് പറയും, വേണ്ട വേണ്ട, അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, പെട്ടെന്ന് കൊന്നാൽ ശരിയാവില്ല. അവരുടെ തൊട്ടു സൈഡിൽ തന്നെ നോറയും ഇരിക്കുന്നുണ്ട്. അവൾ വളരെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഡെറിക്ക് പറയും, ആദ്യം തന്നെ ഞങ്ങൾ ഇവനെ കൊല്ലും, അത് കഴിഞ്ഞേ നിന്നെ കൊല്ലാൻ പോകുന്നുള്ളൂ. പക്ഷെ നിന്നെ കൊല്ലുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മകളെ കൊന്നയാളെ കണ്ടുപിടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേ? അത് ഞാനാടോ, ഞാനാ ശരിക്കും അവളെ യൂസ് ചെയ്ത് അവസാനം അവളെ കൊന്നുകളഞ്ഞേ. പക്ഷെ നിങ്ങൾക്ക് എന്നെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം. അപ്പോഴേക്ക് ആ പ്രാന്തൻ വന്ന് ഹീറോയുടെ തല പിടിച്ചു വെക്കും. ഡെറിക്കാണെങ്കിൽ കയ്യിലൊരു കത്തി എടുത്ത് ഹീറോയുടെ അടി വയറ്റിനിട്ട് ഒരൊറ്റ കുത്താണ്. ആ കുത്തി തന്നെ ഹീറോ വേദന കൊണ്ട് പൊളയും. കൈ ലോക്ക് ചെയ്ത് വെച്ചായതുകൊണ്ട് തന്നെ ഹീറോക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇത്രയും കാലം ഹീറോ കുറെ ആളുകളെ കൊന്നല്ലേ, പക്ഷെ അതിന്റെ വേദന ഒന്നും അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ വയറ്റിനൊരു കുത്തി കിട്ടിയപ്പോഴാണ് ഹീറോക്ക് അതിന്റെ വേദന മനസ്സിലായേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ വേദന എന്താണെന്ന് അവരെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഹീറോയാണ് ആ വേദന എല്ലാം അനുഭവിക്കുന്നത്. എന്തായാലും ഡെറിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോറയെ വെച്ച് അവൻ എന്തോ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിന്റെ ഇടയിൽ അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു കീ, ഹാൻഡ് കഫിന്റെ കീ ഹീറോയുടെ അടുത്തേക്ക് എറിയുന്നുണ്ട്. എന്നാൽ അത് അവരാരും കാണുന്നില്ല. അങ്ങനെ അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്ന നേരം പിന്നെ അവിടെ പ്രാന്തൻ മാത്രമാണ് ഹീറോയുടെ അടുത്ത് നിൽക്കുന്നത്. അവൻ ഇനി എന്ത് വേണമെങ്കിലും ഹീറോയെ ചെയ്യാം. അവൻ ആദ്യം തന്നെ ഒരു ടൂൾ എടുത്ത്, നിങ്ങൾക്ക് വേദന ആവുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെറുതായിട്ട് ഒരു ഉറുമ്പ് അടിക്കുന്ന വേദനയുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോയുടെ ചെസ്റ്റിൽ പിടിച്ച് ലോക്ക് ചെയ്യും. അവസാനം പിടിച്ചത് വലിച്ചു പറിച്ചു കളയും. സത്യം പറഞ്ഞാൽ തലക്കൊരടിയൊക്കെ കൊണ്ട് മരിക്കുന്നതായിരുന്നെങ്കിൽ ഹീറോക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇതാണെങ്കിൽ ഇപ്പൊ ഇഞ്ചിഞ്ചായിട്ട് മരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്നാലും ആ പ്രാന്തൻ അതൊന്നും നിർത്തുന്നില്ല. അവനാണെങ്കിൽ വീണ്ടും കുറച്ച് തീ കൊണ്ടുവന്ന് ഹീറോയുടെ വയറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റിലും മുറിവുണ്ടല്ലോ അതിൽ രണ്ടിലേക്കും വെച്ചു കൊടുക്കും. അന്നേരമാണ് പുറത്തുനിന്ന് ഭ്രാന്തനെ ആരോ വിളിക്കുന്നത്. അവൻ പുറത്തില്ലെന്ന നേരം ഡെറിക്ക് എവിടെയെന്നൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ നേരത്ത് നോക്കിയിട്ട് ഹീറോ ചെറിയുന്ന താഴേക്ക് വീഴും. എന്നാലും കൂടെ തന്നെ ചേറുണ്ട്, എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഹീറോ എന്തിനാണ് വീണെന്ന് വെച്ചാൽ നേരത്തെ നോറ ഹാൻഡ് കഫിന്റെ കീ ഇട്ട് കൊടുത്തിരുന്നല്ലോ, അത് എടുക്കാനാണ് വീണിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അതെടുത്ത് കൈ വെക്കുമ്പോഴാണ് അവൻ വന്ന് ഹീറോയെ പൊന്തിച്ച് നിർത്തുക. നീ എന്തിനാടോ താഴെ വീഴുന്നത്? നിന്നെ വീഴ്ത്താനുള്ള പരിപാടിയെല്ലാം ഞാൻ ചെയ്തോളും, അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ അടുത്തായിട്ട് അവൻ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നതിന് മുന്നേ ആ ലോക്കൂരാനായിട്ട് ഹീറോ പാടുപെടുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയിൽ ആ കീ താഴെ വീണു പോകും. ഹീറോക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരമാണ് ആ ഭ്രാന്തന്റെ ഫോണിലേക്ക് അവന്റെ ഭാര്യ വിളിക്കുന്നത്. ഭാര്യ വിളിച്ച് കുറച്ച് സിഗരറ്റ് കൊണ്ടുവരുമെന്നാണ് ചോദിക്കുന്നത്. അവനാണെങ്കിൽ അവൾക്ക് അതൊന്നും വാങ്ങി കൊടുക്കില്ല. എന്നാൽ ഇന്ന് വാങ്ങി കൊടുത്താലോ എന്ന് ഹീറോയോട് അവൻ ചോദിക്കും. അതിന് ഹീറോ പറയും, നിന്റെ കെട്ടിയോളില്ല തെണ്ടി അവളോട് വലി നിർത്താനായിട്ട് പറഞ്ഞു, അവളിപ്പോൾ ചത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ അവളെ തെണ്ടിയെന്ന് വിളിച്ചത് അവന് തീരെ ഇഷ്ടപ്പെടില്ല. അവൻ ഹീറോയുടെ മോന്തക്കിട്ട് ഒരൊറ്റ അടിയാണ്. ഹീറോ വീണ്ടും കസാരയുടെ തന്നെ താഴേക്ക് വീഴും. നീ എൻ്റെ ഭാര്യയെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നടാന്ന് പറഞ്ഞ് അവൻ ഹീറോയെ വീണ്ടും എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുമ്പോഴേക്ക് ഹീറോ വീണ്ടും ആ കീ എടുത്ത് കയ്യിൽ പിടിച്ചു. അവനാണെങ്കിൽ ഹീറോയെ ഇടം വല അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹീറോ ഹാൻഡ് കഫിൽ നിന്നും കൈ ഊരിയെടുക്കുക. പെട്ടെന്ന് തന്നെ അവനൊരു ഇടിയും കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് അവന്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കും. ആ ഒരു ഒറ്റ കുത്തി തന്നെ അവൻ പിന്നെ ഏതോ ഒരു ലോകത്തെത്തി. അവൻ അങ്ങനെ അവിടെ ഇരിക്കും. മെല്ലെ എഴുന്നേൽക്കുന്ന ഹീറോ അവിടെ നിന്നും ഒരു വലിയ ഹാമർ എടുക്കും, വലിയൊരു ചുറ്റി എടുക്കും. ഹീറോ ഇപ്പം നോറയെ തെരഞ്ഞാണ് പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന നേരം പുറത്തുണ്ടായിരുന്ന ഷെൽട്ടറിൽ നിന്ന് ചെറുതായിട്ട് ലൈറ്റ് എല്ലാം കാണുന്നുണ്ട്.
വയറിൻ്റെ വേദനയും അടക്കി പിടിച്ചുകൊണ്ട് ആ ചുറ്റികയും വലിച്ച് ഹീറോ അതിൻ്റെ അടുത്തേക്ക് നടക്കും. അതിൻ്റെ അകത്തേക്ക് മെല്ലെ തലയിട്ട് നോക്കുന്നേരം നോറയുടെ ചോര എല്ലാം പുരണ്ട കാല് മാത്രം കാണാൻ പറ്റും. മാത്രമല്ല തൊട്ടടുത്തായിട്ട് ഒരു ക്യാമറയിൽ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് ആ വീഡിയോ ഡെറിക് ആർക്കോ കൊടുക്കുന്നതും കാണാം. കുറച്ച് കഴിയുന്നേരം ആ തെണ്ടിയായിട്ടുള്ള ജെന്റിൽമാൻ അവളുടെ വീഡിയോ ടേപ്പും കൂടെ തന്നെ അവളുടെ ഡ്രസ്സുകളെല്ലാം കൂടെ കവറിലാക്കിയിട്ട് കാറിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഡിക്കിയിൽ വെക്കാൻ നേരം പെട്ടെന്ന് ഹീറോ അങ്ങേരുടെ മുന്നിലേക്ക് വന്ന് കഴുത്തിലേക്ക് കത്തി ആഴ്ത്തി ഇറക്കും. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ആർത്ത് വിളിക്കാനൊന്നും പറ്റില്ല. തൊണ്ടയിലേക്കാണല്ലോ കത്തി ആഴ്ന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അങ്ങേര് മെല്ലെ മെല്ലെ മരിച്ച് താഴെ വീഴും. അകത്ത് ഡെറിക്കാണെങ്കിൽ നോറയെ കവറിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ മരിച്ചോന്നൊന്നും അറിയില്ല. അപ്പോഴാണ് പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം അവൻ കേൾക്കുന്നത്. അവന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന്. അവൻ മെല്ലെ പുറത്തിറങ്ങി വന്ന് നോക്കുന്ന നേരത്താണ് ആ തെണ്ടിയായിട്ടുള്ള ജെന്റിൽമാൻ മരിച്ചു കിടക്കുന്നത് കാണുക. പുറത്ത് ചുറ്റും ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ ആ കാറിൽ ആരെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ അറിയാനായിട്ട് അതിൻ്റെ ഡോറ് തുറന്ന് മെല്ലെ അകത്തേക്ക് നോക്കും. എന്നാൽ അവൻ്റെ തൊട്ട് പിന്നിലുണ്ടായിരുന്ന ഹീറോ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക വെച്ച് അവൻ്റെ മുട്ടിനിട്ട് ഒരൊറ്റ അടിയാണ്. ആ ഒരൊറ്റ അടി തന്നെ അവൻ്റെ മുട്ടൊടിഞ്ഞ് താഴെ വീഴും. ഇനിയിപ്പോൾ ഇവനെ ഇടിക്കാനായിട്ട് സുഖമാണല്ലോ എന്ന് ഹീറോ വിചാരിക്കെങ്കിലും അവൻ്റെ കയ്യിലിപ്പോൾ ഗണ്ണുണ്ട്. ആ കാറിൽ നിന്നെങ്ങാനും എടുത്ത ഗണ്ണാണ്. അത് വെച്ച് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈ നോക്കിയിട്ട് 4.4 ഇഞ്ചിൽ ഒരൊറ്റ കടിയാണ്. ആ ഒരൊറ്റ കടി തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഗണ്ണ് താഴെ വീഴും. അങ്ങനെ ആ ഗണ്ണിന് രണ്ടുപേരും അടി കൂടുന്നേരം ഇപ്പം രണ്ടുപേർക്കും നല്ലപോലെ അടി കൂടാനൊന്നും പറ്റുന്നില്ല. ഇപ്പം രണ്ടുപേർക്കും നല്ലപോലെ ആരോഗ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡെറിക്ക് ഹീറോയുടെ വയറ്റിലെ കത്തിക്കുത്തുകൊണ്ട് മുറിവില്ലായിരുന്നോ അതിൽ പിടിച്ച ഒരൊറ്റ ഞെക്കാണ്. അതിൻ്റെ വേദനയിൽ ഹീറോ കുറച്ച് അകലേക്ക് വീഴും. അന്ത ഗ്യാപ്പിൽ ഡെറിക്ക് ഇഴഞ്ഞ് ആ ഗണ്ണെടുക്കാൻ ചെല്ലുന്നേരം ഹീറോയും കൂടെ തന്നെ ആ ഗണ്ണെടുക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ആ ഗണ്ണെങ്ങാനോ അവൻ ആദ്യം എടുത്താൽ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നുള്ള ഉറപ്പാണ്. എന്നാൽ വൈകാതെ തന്നെ ഹീറോക്ക് മനസ്സിലായി ആ ഗണ്ണിൻ്റെ പിന്നാലെ പോയാൽ അവൻ ആദ്യം ആ ഗണ്ണെടുത്ത് ഹീറോയെ ഷൂട്ട് ചെയ്യും. എന്നാൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ ആളുടെ ചുറ്റുകയാണ് കിടക്കുന്നത്. പക്ഷെ അത് എടുക്കുമ്പോഴേക്ക് അവൻ ഗണ്ണെടുത്ത് ഹീറോയുടെ നേരെ എയിം ചെയ്തു. പെട്ടെന്നാണ് അവൻ്റെ വയറ്റിനിട്ട് ഹീറോ ഒരൊറ്റ അടി കൊടുക്കുന്നത്. ആ ഒരൊറ്റ അടി തന്നെ അവൻ മരിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ഇനി ഏതെങ്കിലും പ്രാന്തൻ ഓടി വരുമെന്ന് നമ്മൾ വിചാരിക്കെങ്കിലും അങ്ങനെയൊന്നുമില്ല. എല്ലാം ചത്തൊടുങ്ങി. അവിടുന്ന് ഹീറോ നേരെ നോറയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവൾക്കിപ്പോൾ ജീവൻ ഉണ്ടോയെന്ന് പോലും അറിയില്ല. നൊറ നൊറാന്നും വിളിച്ചുകൊണ്ട് അവൾ എടുത്തു നോക്കുന്ന നേരം അവൾ ചെറുതായിട്ട് കണ്ണു തുറന്ന് ചെറിയ ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോക്കൊന്ന് സമാധാനമാവുക. അവൾ ഏകദേശം ഓക്കെയാണ്. അങ്ങനെ ക്രിസ്റ്റി അവളെ സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ച് ആർത്ത് വിളിക്കും. ഹീറോക്ക് അറിയില്ലായിരുന്നു അവളെ കൂടെ കൂട്ടിയാൽ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം ഇതുപോലായി തീരുമെന്നുള്ളത്. അതിൻ്റെ വിഷമത്തിൽ ആർത്ത് വിളിക്കുന്ന ഹീറോയെ കാണിച്ചുകൊണ്ട് ദ ഹോഴ്സ് മാൻ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാധാരണ ഇതുപോലെയുള്ള സിനിമകളിൽ കാണുന്ന പോലെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ആകെ കൂടെ ഇതിൽ നോറ വന്ന് ചേർന്നു എന്നല്ലാതെ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് 2008 സിനിമയാണ്. അതും കൂടെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ അങ്ങനെ ചിന്തിച്ചാലും അതിന് മുന്നേയുള്ള വർഷങ്ങളിലും ഇഷ്ടംപോലെ ഇതേ ജേണറിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകളെല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും പോട്ടെ. നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.